പിന്നെയും പിണക്കങ്ങൾ കടന്നു വരുമ്പോഴേക്ക് അത് നമ്മൾ മറന്നു പോവുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ലാ തഹാസദു, നിങ്ങൾ അസൂയ വെക്കാൻ പാടില്ല. അള്ളാഹു മറ്റൊരാൾക്ക് നൽകിയ സമ്പത്തിന്റെ വിഷയത്തിലോ മക്കളുടെ വിഷയത്തിലോ അല്ലെങ്കിൽ അയാൾക്ക് നൽകിയ ഐശ്വര്യത്തിൽ നല്ല രീതിയിലുള്ള ഉയർച്ചയും അഭിവൃദ്ധിയും പുരോഗതിയും ജോലിയും ഒക്കെ കാണുമ്പോൾ അതിൽ അസൂയ വെക്കേണ്ട ആവശ്യമില്ല. വലാ തനാജശു, വില കയറ്റി പറയാനും പാടില്ല. എന്തെങ്കിലും ഒരു കാര്യത്തിന് കച്ചവടം ഉറപ്പിച്ചു കഴിഞ്ഞാൽ അതിന് പിന്നെ വില കയറ്റി പറയുന്ന അവസ്ഥയും പാടില്ല എന്നതാണ്. വലാ തബാഗദു, നിങ്ങൾ അന്യോന്യം വെറുക്കാനും പാടില്ല. എന്തെങ്കിലും ഒരു കാര്യത്തിന് വെറുത്തു കഴിഞ്ഞാൽ പിന്നെ എവിടുന്ന് അയാളെ കണ്ടാലും സലാം പറയാത്ത അവസ്ഥ, അതിനൊക്കെ മുസ്ലിങ്ങൾ മാറി നിൽക്കാൻ കഴിയണം. ഇസ്ലാം എന്നത് സാഹോദര്യവും സമത്വവും ഐക്യവുമാണ് പഠിപ്പിക്കുന്നത്. അതിലേക്ക് വരാൻ വഅതസിമു ബിഹബ്ലില്ലാഹി ജമീഅ വലാ തഫറഖു, നിങ്ങൾ അള്ളാഹുവിന്റെ പാർശ്വത്തെ കയറിനെ മുറുകെ പിടിക്കുക. വലാ തഫറഖു, നിങ്ങൾ ഭിന്നിക്കാൻ പാടില്ല. എന്ത് പ്രശ്നമുണ്ടായാലും ഒരു വിഷയത്തിലും ഇസ്ലാമികമായ ഐക്യം തകരാതെ അതിന് കളങ്കം സംഭവിക്കാത്ത രീതിയിൽ തന്നെ നമ്മൾ മുന്നോട്ട് പോവുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് വലാ യബിഉ ബഅദുകും അലാ ബൈഇ ബഅദ്, ഒരാൾ വിറ്റതിന് മേലെ മറ്റൊരാൾ വില കൂട്ടിക്കൊണ്ട് വിൽക്കാനും പാടില്ല. വകൂനു ഇബാദല്ലാഹി ഇഖ്വാന, അള്ളാഹുവിന്റെ അടിമകളെ നിങ്ങൾ പരസ്പരം സഹോദരന്മാരാണ്. അൽ മുസ്ലിമു അഖുൽ മുസ്ലിം, ഒരു മുസ്ലിം മറ്റൊരു മുസ്ലിമിന്റെ സഹോദരനാണ്. ലാ യളിമുഹു, അയാളെ ആക്രമിക്കുകയില്ല. വലാ യഖ്ളുലുഹു, അയാൾ അവനെ കൈവിടുകയുമില്ല. ഒരു വിഷയമുണ്ടായാൽ കൈവിടിയില്ല. നമുക്കൊരു ആവശ്യം വന്നോ അല്ലെങ്കിൽ നമ്മുടെ കൂട്ടുകാരൻ ആവശ്യം വന്നു, ആ ആവശ്യം നിർവഹിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അയാളുടെ കൂടെ പോവുക. ഒരാൾ ഒരു സഹായത്തിന് എന്റെ കൂടെ ഇന്ന് സ്ഥലം വരെ പോരുമോ, എന്റെ കാര്യം നിർവഹിച്ചു വരുവോളം എന്റെ കൂടെ ഉണ്ടാകുമോ എന്ന് ചോദിക്കുമ്പോ എനിക്ക് ഒരുപാട് തിരക്കാണ്, 100 കൂട്ടം ജോലികളാ, ഇത് പറഞ്ഞ് ഒഴിവാവുകയല്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു ഹദീസ് മാത്രം ആ വിഷയത്തിൽ നമ്മൾ മനസ്സിലാക്കിയാൽ മതി. അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, മദീനയിലെ മസ്ജിദിൽ ഒരു മാസം ഇഅ്തികാഫ് ഇരിക്കുന്നതിനേക്കാൾ മദീനയിലെ പള്ളിയിൽ ഒരു റക്അത്ത് നമസ്കരിച്ചാൽ മറ്റു പള്ളികളിൽ 1000 റക്അത്ത് നമസ്കരിച്ചതിന്റെ പ്രതിഫലമാണ്. ആ പള്ളിയിൽ ഒരു മാസം ഇഅ്തികാഫ് ഇരിക്കുന്നതിനേക്കാൾ എനിക്ക് ഏറ്റവും ഇഷ്ടം ഒരാൾ ഒരു കാര്യത്തിൽ എന്നെ വിളിച്ചു, അയാളുടെ ആ കാര്യം നിർവഹിച്ച് തിരിച്ചു പോരുന്നതാണ്, അയാളുടെ കൂടെ അത്രയും സമയം കഴിച്ചു കൂട്ടുന്നതാണ്, അതിനേക്കാൾ എനിക്ക് ഇഷ്ടം എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. അതുകൊണ്ട് എത്രത്തോളം ഒരു മുസ്ലിമിന് മറ്റൊരു മുസ്ലിമിനോടുള്ള ബാധ്യതകളുണ്ട് എന്ന് നമ്മൾ ചിന്തിക്കുക. ഒരിക്കലും മറ്റൊരാളെ അവിശ്വസിക്കാൻ പാടില്ല. അയാൾ അങ്ങനെ പറഞ്ഞിട്ട് തന്നെ ഉണ്ടാവും എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് പോകാൻ പാടില്ല. ഒരാളെ അന്യായമായി സംശയിക്കാൻ പാടില്ല, കൈവടിയാൻ പാടില്ല, വലാ യക്ദിബുഹു, അവിശ്വസിക്കാൻ പാടില്ല, ഒരു വിഷയത്തിലും കളവാക്കാൻ